എവരിവൺ, ഇഗ്നോ എഡ്യൂ ഹബ് എന്ന എൻ്റെ ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പെർസെപ്ഷനെ പറ്റിയിട്ടാണ്. പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഇഗ്നോയിലെ സൈക്കോളജി സബ്ജക്റ്റിലെ BPCC 101 ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. പ്രീവിയസ് എക്സാംസ് ഏതെടുത്ത് നോക്കിയാലും അതിനകത്ത് പെർസെപ്ഷനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു 300 വേർഡ്സിൽ എഴുതാൻ പറ്റുന്ന ഒരു ആൻസറാണ്. അതിൻ്റെ മലയാളത്തിലുള്ള വിശദീകരണമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്, പെർസെപ്ഷൻ. അതിൻ്റെ മീനിങ്, സ്റ്റേജസ് ആൻഡ് തിയററ്റിക്കൽ അപ്രോച്ചസ്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഫസ്റ്റ്, perception is the psychological process through which we interpret and understand the sensory information we receive from our environment. It helps us to navigate the world by organizing sensory input into meaningful patterns and experiences. Unlike sensation, which involves receiving raw sensory data, perception gives meaning to these sensations by processing them in the brain. അതായത് പെർസെപ്ഷൻ എന്നത് നമ്മുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാനുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ കേൾക്കുന്നതോ അല്ലെങ്കിൽ കാണുന്നതോ അല്ലാതെ നമ്മുടെ ഏതെങ്കിലും സെൻസ് ഓർഗൻസ് വഴി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് അതിന് അർത്ഥം നൽകുക എന്നതാണ് പെർസെപ്ഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ശബ്ദം കേൾക്കുമ്പോൾ അത് നമ്മൾ സംഗീതമാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഷേപ്പ് കാണുന്നു, ആ ഷേപ്പ് കാണുമ്പോൾ നമ്മൾ പറയുന്നത് അത് ഫേസ് ആണ് എന്ന് നമ്മൾ പറയുന്നത് ആ ഇതിലേക്ക് എത്തുന്ന പ്രോസസ്സാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന സെൻസേഷൻസിനെ നമ്മൾ അതിനൊരു മീനിങ് കൊടുക്കുന്നു. അതാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദ പ്രോസസ് ഓഫ് പെർസെപ്ഷൻ. നെക്സ്റ്റ് പ്രോസസ്സാണ് നമുക്ക് നോക്കാനുള്ളത്. The process of perception involves 3 key stages. 1. Selection, organization, interpretation. പെർസെപ്ഷനെ മെയിനായിട്ട് 3 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത്. അതിൽ ഓരോ ഘട്ടമാണ് നമ്മൾ അടുത്തിനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സെലക്ഷൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്. നമ്മുടെ ബ്രെയിനിന് ഒരേ സമയം എല്ലാ വിവരങ്ങളും കൂടി ഒരുമിച്ച് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ അതായത് ഇപ്പോൾ നമ്മൾ ബ്രെയിനിന് കിട്ടുന്ന ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് ചില സ്റ്റിമുലൈകളെ മാത്രമാണ് നമ്മൾ തിരഞ്ഞെടുത്ത് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. This is the first step where the brain filters and chooses specific stimuli to focus on due to its limited processing capacity. This attention may be influenced by relevance, novelty or personal interest. അതായത് നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിലിരിക്കുകയാണെന്ന് വിചാരിക്കാം. നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സൗണ്ട്സ് നമ്മൾ പുറത്തു നിന്നുള്ളതും എല്ലാം കേൾക്കാറുണ്ടല്ലേ. പക്ഷേ നമ്മൾ അതിൽ നിന്ന് എന്തുമാത്രമാണ് കൂടുതൽ എടുക്കുന്നത്? നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ സൗണ്ടാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. അത് ഈ പെർസെപ്ഷൻ, അതായത് നമ്മുടെ ബ്രെയിൻ ചിലപ്പോൾ അവിടെ കിളികൾ ചിലയ്ക്കുന്നുണ്ടാവും, വണ്ടികൾ പോകുന്ന സൗണ്ട് ഉണ്ടാവും. പക്ഷെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ എവിടെ മാത്രമായിരിക്കും? ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ്റെ വോയിസിലേക്ക് മാത്രമായിരിക്കും. ആ സെലക്ഷൻ അതാണ് നമ്മുടെ പെർസെപ്ഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ. In this stage, selected stimuli are arranged into coherent and recognizable patterns. Gestalt psychologists explained this using principles such as proximity, similarity, continuity, closure, and figure ground differentiation. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളിങ്ങനെ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് വേണ്ട അർത്ഥവത്തായിട്ടുള്ളൊരു രീതിയിലേക്ക് അതിനെ ക്രമീകരിക്കുക. അതാണ് ഈ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ആകാശത്ത് കുറേ നക്ഷത്ര കൂട്ടങ്ങളെ കാണാമല്ലേ, അതിന് നമ്മൾ ഓരോ ഇത് പറയില്ലേ,
വേട്ടക്കാരൻ അങ്ങനെയൊക്കെ പറഞ്ഞു, വേട്ടക്കാരൻ്റെ ബെൽറ്റ്, അങ്ങനെ 3 നക്ഷത്രങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതിന്. അതുപോലെ നമ്മളിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത് വച്ചേക്കുന്ന ആ വിവരങ്ങളെ നമ്മൾക്ക് വേണ്ട രീതിയിൽ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുക എന്നതാണ് ഈ സെക്കൻഡ് സ്റ്റേജായ ഓർഗനൈസിങ്ങിൽ നടക്കുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻ്റർപ്രിട്ടേഷൻ. തേർഡ് സ്റ്റേജ് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജാണ് എന്താണ് ഇൻ്റർപ്രിട്ടേഷൻ. The final stage involves assigning meaning to organized stimuli based on past experiences, beliefs, needs, expectations, and emotions. It is a subjective process, which is why different individuals may interpret the same stimulus differently. അതായത് ഇതാണ് ഫൈനൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് വച്ചേക്കുന്നു. സെലക്ട് ചെയ്ത് നമ്മൾ അറേഞ്ച് ചെയ്ത് വച്ചേക്കുന്നതിന് ഒരു മീനിങ് കൊടുക്കുന്ന ഒരു സ്റ്റേജാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് എന്ന് പറയുന്നത് നമ്മൾ ഓരോ വ്യക്തികളിൽ വരുമ്പോൾ വ്യത്യസ്തമായിരിക്കും. അതായത് ഇപ്പം ഒരു വ്യക്തിയുടെ അനുഭവങ്ങൾ, സംസ്കാരം, പ്രതീക്ഷ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചായിരിക്കും നമുക്ക് ഇത് നമ്മുടെ ആ ഒരു സ്ഥലം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആശ്രയിച്ചിട്ടായിരിക്കും നമ്മൾ അതിന് മീനിങ് കൊടുക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ കാണിക്കില്ലേ കൈ വെച്ചിട്ട്, അത് എന്നാൽ ചില രാജ്യങ്ങളിൽ പോകുമ്പോഴത്തേക്കും അതിന് വേറെ അർത്ഥമാണ് അതിന് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത തിയററ്റിക്കൽ അപ്രോച്ചസ് നോക്കാം. There are 2 main theoretical approaches to perception. ഒന്ന് bottom-up process and top-down processing. നമുക്കതിനെ വിശദീകരിച്ച് നോക്കാം. ഫസ്റ്റ് ബോട്ടം-അപ്പ് പ്രോസസ്സിങ്, അത് ഡേറ്റ ഡ്രിവൺ പ്രോസസ്സ് എന്ന് ആണ് പറയുന്നത്. അതായത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും സത്യസന്ധമായിട്ടും അങ്ങനെ അതായത് യഥാർത്ഥത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന സ്റ്റിമുലൈകളെ അടിസ്ഥാനമാക്കി നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് ദിസ് വ്യൂ ഹോൾഡ്സ് ദാറ്റ് പെർസെപ്ഷൻ സ്റ്റാർട്ട്സ് വിത്ത് ഇൻകമിംഗ് സെൻസറി ഡേറ്റ വിച്ച് ആർ പ്രോസസ്ഡ് ടു ഫോം എ പെർസെപ്ഷൻ. J.J. Gibson advocated this approach, arguing that stimuli contain all the necessary informations. എന്നൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു കുട്ടി ആദ്യമായിട്ട് ഇങ്ങനെ ആകാശത്തുനിന്ന് ഇങ്ങനെ മഞ്ഞ് വീഴുന്നത് കാണുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ആ കുട്ടി കാണുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്, അതായത് ബോട്ടം അപ്പ് പ്രോസസ്സ്. നെക്സ്റ്റ് ടോപ്പ് ഡൗൺ പ്രോസസ്സിങ്. ടോപ്പ് ഡൗൺ പ്രോസസ്സിങ് എന്ന് പറയുന്നത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഇപ്പം നമ്മൾ നേരത്തെ ഒരു കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആദ്യമായിട്ട് ആകാശത്തു നിന്ന് മഞ്ഞ് വീഴുമ്പോൾ അത് മഞ്ഞാണ് എന്ന് ആ കുട്ടി മനസ്സിലാക്കുന്നു. നെക്സ്റ്റ് ഇത് തന്നെ സെക്കൻഡ് ടൈം കാണുമ്പോഴത്തേക്കും ആൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നു ഇത് മഞ്ഞാണ് എന്നുള്ളത്. ആദ്യം കാണുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ, കുട്ടിക്ക് അതെന്താണെന്ന് അറിയില്ല. പക്ഷെ രണ്ടാമത് കാണുമ്പോൾ കുട്ടി മനസ്സിലാക്കുന്നു ഇത് നമ്മൾ ആദ്യം കണ്ട നേരത്തെ കണ്ടതുപോലെ മഞ്ഞ് തന്നെയാണ്. It's proposed by Richard Gregory. This approach suggests that perception is influenced by existing knowledge, experience, and expectations, particularly when sensory input is ambiguous or incomplete. Okay. അപ്പോൾ in essence, perception is not just about what we sense, but how we make sense of what we sense. It is an active, constructive process shaped by both external stimuli and internal factors. അതായത് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു പാസീവ് പ്രോസസ്സ് അല്ല, ഇതൊരു ആക്റ്റീവ് പ്രോസസ്സാണ്. അതായത് നമ്മളുടെ ബ്രെയിന് വിവരങ്ങൾ തിരഞ്ഞെടുത്ത് അതിനെ ക്രമീകരിച്ച് അർത്ഥം നൽകുന്ന ഒരു ബുദ്ധിപൂർണമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇത് പെർസെപ്ഷൻ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് എടുത്തൊരു നോട്ടാണ്. ഇത് 300 വേർഡ്സിൽ പെർസെപ്ഷനെ പറ്റി ചോദിക്കുമ്പോൾ എഴുതാൻ വേണ്ടിയിട്ടുള്ള രീതിക്കാണ് ഇതിപ്പോൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പറഞ്ഞാൽ മതി.
അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ലാസ്റ്റ് മിനിറ്റ് എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടായിട്ട് കരുതുക. നേരത്തെ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. ലാസ്റ്റ് മിനിറ്റ് എക്സാം പ്രിപ്പറേഷൻ പോലെ തന്നെ കരുതുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ സെയിം തന്നെ ഞാൻ ഒരു സിംഗിൾ പേജിൽ വരുന്ന രീതിക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ചേർത്തേക്കാം. ഓക്കെ.